ഹായ്, ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? The population of a village is 5,000. If the number of male and female increased by 10% and 15% respectively, and consequently the population of the village become 5,600, then what was the number of male in the village? എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു വില്ലേജിൽ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. മൊത്തം എത്ര പേരുണ്ടായിരുന്നു? 5000 പേരുണ്ടായിരുന്നു. ഈ 5000-ൽ കുറച്ച് മെയിലും കുറച്ച് ഫീമെയിലും ഉണ്ട്. അതിന്റെ കാര്യമൊന്നും നമുക്കറിയില്ല. പക്ഷേ മെയില് ഒരു 10% ഇൻക്രീസ് ചെയ്തു, ഫീമെയില് ഒരു 15% ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ഇൻക്രീസ് ചെയ്തപ്പോൾ അവരുടെ ടോട്ടൽ സം എന്ന് പറയുന്നത് 5600 ആയിരുന്ന ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് സാധാരണ ഇത് ചെയ്യാനൊക്കെ അറിയാം. ഒരു വാല്യൂ, മെയിലിന്റെ വാല്യൂ എക്സ് ഇടുന്നു, ഫീമെയിലിന്റെ വാല്യൂ 5000 - എക്സ് ഇടുന്നു, എന്നിട്ട് അതിന്റെ 10% ഇൻക്രീസ് ചെയ്യുന്നു, ബാക്കിയുള്ള 15% ഇൻക്രീസ് ചെയ്യുന്ന സം എടുക്കുമ്പോൾ 5600 കിട്ടുന്നു. കുറേ സ്റ്റെപ്പ് ഒക്കെ ചെയ്താൽ നമുക്ക് കിട്ടും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പല മെത്തേഡ് ചെയ്യാം. പക്ഷേ അലിഗേഷൻ കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ഇത് ആ മെത്തേഡിലൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. അലിഗേഷനിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ 2 മെത്തേഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ രീതി ചെയ്യാം. മിക്കവാറും ആൾക്കാരൊക്കെ ഒരു മെത്തേഡെ കണ്ട് പരിചയം ഉണ്ടാവുള്ളൂ. ഞാൻ 2 മെത്തേഡും പറഞ്ഞു തരാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ തോന്നുന്നത് ആ രീതി ചെയ്താൽ മതി. ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അലിഗേഷന്റെ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ എന്ത് കിട്ടും എന്നുള്ള കാര്യം നോക്കാം. ഇവിടെ നോക്കിയേ, നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് മെയിൽ ഓർ നമ്പർ ഓഫ് ഫീമെയിൽ ആണ് നമുക്ക് വേണ്ടത്. എന്ന് വെച്ചാൽ നമുക്ക് മെയിലിന്റെയും ഫീമെയിലിന്റെയും ഒരു റേഷ്യോ കിടണം. നമുക്ക് ഇവിടെ ഒരു കാര്യം അറിയാം, മെയില് ഒരു 10% ഇൻക്രീസ് ചെയ്തു. മെയിലിന്റെ റേഷ്യോ എന്നല്ല, മെയിൽ ഈസ്റ്റ് ഫീമെയിൽ റേഷ്യോ ഒന്നുമല്ല ഇവിടെ തന്നേക്കുന്നത്, ഇവിടെ പെർസെൻറ്റേജ് തന്നേക്കുന്നത്. നമുക്കത് മതി. പക്ഷെ ഒരിടത്ത് പെർസെൻറ്റേജ് എടുത്താൽ എല്ലായിടത്തും പെർസെൻറ്റേജ് എടുക്കണം, അതേ ഉള്ളൂ. ഇവിടെ ഇൻക്രീസിങ് പെർസെൻറ്റേജ് ആണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. വെച്ചാൽ മൈന്യൂട്ട് മിസ്റ്റേക്ക് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തെറ്റിപ്പോകുന്നത്. ചില ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടാതെ പോകുന്നത്. ഇതേപോലത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ വളരെ എളുപ്പമാണ്. ഇവിടെ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി ഇൻക്രീസിംഗ് പെർസെൻറ്റേജ് ആണ്. ഇൻക്രീസിംഗ് പെർസെൻറ്റേജ് ആണ് എടുക്കുന്നതെങ്കിൽ അത് മെയിലിന്റെ ഇൻക്രീസിംഗ് പെർസെൻറ്റേജ് എടുക്കണം, ഫീമെയിലിന്റെ ഇൻക്രീസിംഗ് പെർസെൻറ്റേജ് എടുക്കണം. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ചേർന്ന് ടോട്ടൽ ഇൻക്രീസിംഗ് പെർസെൻറ്റേജ് എടുക്കണം. പക്ഷേ മെയിലിന്റെ ഫീമെയിലിന്റെ ഇൻക്രീസിംഗ് പെർസെൻറ്റേജ് ഉണ്ട്, ഇവിടെ ടോട്ടൽ ഇൻക്രീസിംഗ് പെർസെൻറ്റേജ് തന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? അതായത് ഇനിഷ്യലി 5000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തപ്പോൾ അവരുടെ വാല്യൂ 5600 ആയി എന്നും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ആക്ച്വലി എത്ര ഇൻക്രീസ് ചെയ്യപ്പെട്ടു? ഈ മെയിലും ഫീമെയിലും ഇങ്ങനെ ഇൻക്രീസ് ചെയ്തപ്പോൾ ഒരു 600 ആൾക്കാർ ഇൻക്രീസ് ചെയ്യപ്പെട്ടു, 600 പേര് ഇൻക്രീസ് ചെയ്യപ്പെട്ടു. എങ്കിൽ ഇതിനെ പെർസെൻറ്റേജ് ആക്കിയാൽ പോരെ? അപ്പൊ 600 പേര് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് എത്ര പെർസെൻറ്റേജ്? ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു? 5000 ഉണ്ടായിരുന്നു. എങ്കിൽ 5000-ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 600 എന്ന് കണ്ടുപിടിച്ചാൽ പോരെ? എത്ര കിട്ടും? 60/5. 60/5 എത്ര കിട്ടും? 12% ആണ് ഓവറാൾ ഇൻക്രീസ്മെന്റ്. അവരുടെ ഓവറാൾ ഇൻക്രീസ്മെന്റ് എത്രയാണ്? ഒരു 12% ആണ്. ഈ ഓവറാൾ എന്ന് പറഞ്ഞാൽ ഈ മെയിലും ഫീമെയിലും കൂടി ചേർന്നിട്ടുള്ള ഇൻക്രീസ്മെന്റ് അല്ലേ ഈ പറയുന്ന 600 എന്ന് പറയുന്നത്? ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള വാല്യൂ ആണ്. ഇനി ഈ 12% എന്ന് പറഞ്ഞാൽ ഈ 2 വാല്യൂവിന്റെ ഇടയിൽ നിൽക്കുന്ന വാല്യൂ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ 12% തന്നെയായിരിക്കും എന്ത്? ഇവരുടെ മീൻ വാല്യൂ. സോൾവ് ചെയ്താൽ മതി. നമുക്ക് റേഷ്യോ കിട്ടിയാൽ പോരെ? ഏതെങ്കിലും ഒരു വാല്യൂ എടുത്താൽ അത് തന്നെ ആയിരിക്കണമെന്നേ ഉള്ളൂ. അതെന്തും എടുക്കാം, റേഷ്യോ എടുക്കാം, പെർസെൻറ്റേജ് എടുക്കാം, ഇൻക്രീസിംഗ് പെർസെൻറ്റേജ് എടുക്കാം. എന്തെടുത്താലും നമുക്ക് ആ വാല്യൂ എല്ലായിടത്തും ഒരേ കണക്ക് വരണമെന്നേ ഉള്ളൂ. അപ്പോൾ എത്ര കിട്ടും? 15 - 12 3 കിട്ടും. 12 - 10 2 കിട്ടും. അപ്പോൾ റേഷ്യോ എത്രയായി? 3:2 ആയി. എന്തിന്റെ റേഷ്യോ? മെയിൽ ഈസ്റ്റ് ഫീമെയിൽ. അവരുടെ മെയിലിന്റെയും ഫീമെയിലിന്റെയും റേഷ്യോ നമുക്ക് എത്ര കിട്ടി? 3:2 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ എന്ത് മനസ്സിലാക്കണം? അതായത് ഇനിഷ്യലി മൊത്തം 5000 പേരുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു. ഇനിഷ്യലി മൊത്തം 5000 പേരുണ്ടായിരുന്നു. ഇവിടെ നോക്കിയേ, ഈഫ് ദ നമ്പർ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻക്രീസ്. ഈഫ് എന്നാണ് പറഞ്ഞത്, ഒരു കണ്ടീഷനാണ് തന്നത്. ഒരു മെയിൽ ഒരു 10%വും ഫീമെയിൽ ഒരു 15% ഇൻക്രീസ് ചെയ്യപ്പെട്ടാൽ അവരുടെ ടോട്ടൽ വാല്യൂ എത്രയാവും? 5600 ആകും എന്നൊരു കണ്ടീഷനാണ് തന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഫൈനൽ വാല്യൂ എടുത്ത് വെക്കരുത്. ആക്ച്വലി ഇവിടെ എത്ര പേരേ ഉള്ളൂ? 5000 പേരേ ഉള്ളൂ. അപ്പോൾ അവരുടെ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ മൊത്തം 5000 പേരുണ്ട്. അതിൽ മെയിൽ ഈസ്റ്റ് ഫീമെയിൽ റേഷ്യോ എത്രയാ? 3:2 ആണ്. എങ്കിൽ അവിടുത്തെ മെയിലിന്റെ വാല്യൂ എന്ന് വെച്ചാൽ ടോട്ടൽ 5 ഭാഗിച്ചാൽ അതിൽ 3 ഭാഗമായിരിക്കും. കാരണം ടോട്ടൽ സം എത്ര? സം ഓഫ് റേഷ്യോ ഇൻറ്റു ഇൻഡിവിജ്വൽ റേഷ്യോ അല്ലേ? നമുക്കറിയാം ടോട്ടൽ വാല്യൂ ബൈ ടോട്ടൽ റേഷ്യോ ഇൻറ്റു ഇൻഡിവിജ്വൽ റേഷ്യോ ചെയ്താൽ ഇൻഡിവിജ്വൽ വാല്യൂ കിട്ടും. ടോട്ടൽ വാല്യൂ എത്രയാ? 5000. ടോട്ടൽ റേഷ്യോ എത്രയാ? 3 + 2 5 ഇൻറ്റു ഇൻഡിവിജ്വൽ റേഷ്യോ. മെയിലാണെങ്കിൽ മെയിലിന്റെ റേഷ്യോ, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിലിന്റെ റേഷ്യോ. ഇവിടെ മെയിലാണ്, മെയിലിന്റെ റേഷ്യോ എത്ര കിട്ടും? 1000 × 3 3000 എന്ന് കിട്ടും. ഫീമെയിൽ ആണെങ്കിലോ 2000 കിട്ടും. വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേഷനും ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് 2-3 സ്റ്റെപ്പിൽ കിട്ടും. മനസ്സിൽ ചെയ്യാൻ പറ്റുന്ന മനസ്സിൽ തന്നെ കിട്ടും. ഒരു പേപ്പറിന്റെ പേനന്റെ പോലും ആവശ്യമില്ല. കുറേ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടും. അത്ര ഈസിയാണ് എന്ത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ. അപ്പം ഈ ഒരു പെർസെൻറ്റേജിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാൻ അറിയാമെന്ന് മനസ്സിലായി. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ അലിഗേഷൻ വെച്ച് തന്നെ വേറൊരു മെത്തേഡിലും കൂടി ചെയ്യാം.
അത് കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. അതുകൊണ്ടായിരിക്കും മിക്കവാറും ആൾക്കാരും അത് ശ്രദ്ധിക്കാതെ പോകുന്നത്. എങ്കിലും അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം എവിടെയെങ്കിലും അതൊക്കെ ഉപകാരപ്പെടും, അങ്ങനെ 1-2 മെത്തേഡ് അറിഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഇൻക്രീസിങ് പെർസെൻറ്റേജ് 10% എന്നിട്ടുണ്ട്, ഫീമെയിലിനാണെങ്കിൽ 15% എന്നിട്ടുണ്ട്, ഓവറാൾ 600 ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ ഇവിടെ ഇൻക്രീസിങ് പെർസെൻറ്റേജ് അല്ല, ഇൻക്രീസിങ് വാല്യൂ ആണ് ഞാൻ എടുക്കുന്നെങ്കിലോ, ഓവറോൾ നമുക്കറിയാം ഓവറോൾ ഇൻക്രീസിങ് വാല്യൂ എത്രയാ 600 ആണെന്നറിയാം. പക്ഷേ ഇൻഡിവിജ്വൽ അറിയില്ലല്ലോ. അവിടെ നമ്മൾ എന്ത് വിചാരിക്കണം? ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഈ മുഴുവൻ ആൾക്കാരും ഈ 5000 പേരും മെയിലാണെന്ന് ഞാൻ വിചാരിച്ചു. ഈ 5000 പേരും മെയിലാണെങ്കിൽ അവർ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആയി? 10% ഇൻക്രീസ് ആയി. അപ്പോൾ 5000 പേരും മെയിലാണെങ്കിൽ അതിന് 10% ഇൻക്രീസ് ചെയ്താൽ എത്ര പേര് ഇൻക്രീസ് ആവും? 5000ന് 10% എത്രയാ? 500 പേര് ഇൻക്രീസ് ആവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റെപ്പാണ്, അത് നിങ്ങൾ മനസ്സിലാക്കിയേക്കാം. ഇനി ഫീമെയിലിൻ്റെ കാര്യം വരുമ്പോഴോ, ഈ 5000 പേരും ഫീമെയിൽ ആണെന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ 5000 പേരും ഫീമെയിൽ ആയാൽ അവരുടെ 15% ആയിരിക്കും ഇൻക്രീസ് ആവുക. അപ്പോൾ 5000ൻ്റെ 15% എത്രയാ? 5000ന് 10% നമുക്കറിയാം 500, അതിൻ്റെ പകുതി 250, 750 കിട്ടും. എന്നുവെച്ചാൽ 10 + 5 ആണ് 15. അപ്പോൾ 750 കിട്ടി ഫീമെയിൽ. നമുക്കറിയാം ഓവറാൾ എത്ര ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന്, 600 പേര് ഇൻക്രീസ് ആയിട്ടുള്ളതെന്ന് അറിയാം. സോൾവ് ചെയ്താലും മതി ആൻസർ കിട്ടാൻ. 750 - 600 എത്ര കിട്ടും? 150 എന്ന് കിട്ടും. 500 600 എത്ര കിട്ടും? 100 കിട്ടും. 15ന്റെ മൾട്ടിപ്പിൾ ആണ്. 3 times 2 times നമുക്ക് സെയിം റേഷ്യോ എന്ത് തന്നെ കിട്ടും? 3:2 തന്നെ കിട്ടും. മൊത്തം 5000നെ 5ആയിട്ട് ഭാഗിച്ചാൽ 3 ഭാഗം 3000 തന്നെ കിട്ടും. ഇതിനകത്ത് എന്ത്? മെയിലിൻ്റെ ആൾക്കാർ. ഫീമെയിൽ ആണെങ്കിൽ 5000/5 × 2 2000 കിട്ടും. അപ്പോൾ ഈ 2 രീതിയിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡ് കുറച്ച് പേർക്കൊന്നും അറിയില്ല, പക്ഷെ നിങ്ങൾ ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കണം. ചില പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് ഈ രീതിയിലേക്ക് എടുത്തിട്ട് ചെയ്താൽ നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ കിട്ടും. എന്താണ്? നമ്മൾ മുഴുവൻ വാല്യൂം ഒരെണ്ണമായിട്ട് വിചാരിക്കുന്നു, രണ്ടാമത്തെ കേസിൽ ആ മുഴുവൻ വാല്യൂം രണ്ടാമത്തെ ആളായിട്ട് വിചാരിക്കുന്നു, എന്നിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയും ഒരു മെത്തേഡ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെച്ചേക്കണം. നോക്കാം, ഇതുപോലത്തെ 1-2 ക്വസ്റ്റ്യൻ ഞാൻ ഇടയ്ക്ക് ഇതേ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ട് തരാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഇത്? വേറൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ഇതിൽ നമുക്ക് ചെയ്യാറുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സാധാരണ മെത്തേഡിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ മാൻ ഹാസ് സം ഹെൻസ് ആൻഡ് കൗസ് ഇൻ ഹിസ് ഫാം. The total number of head is 48 and the total number of feet is 140. Then find the number of cows in his farm. ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുമ്പോൾ? നമ്പർ ഓഫ് ഹെൻസിന് നമ്മളൊരു എക്സ് കൊടുക്കുന്നു, കൗസിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഈ ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ്സ് 48 ആണെങ്കിൽ അതൊരു ക്ലൂ ഉണ്ട്. എന്താണ് ഈ ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ് എന്ന് പറഞ്ഞാൽ? കൗ ആയാലും ഹെൻ ആയാലും അവർക്കെല്ലാം ഓരോ തലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ഈ പറയുന്ന കൗ പ്ലസ് ഹെൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മറ്റേ എന്തായിരിക്കാം? 48 - x എന്ന് എഴുതാം. അപ്പോൾ കൗ ഹെൻ എക്സ് ആണെങ്കിൽ കൗ എത്രയായിരിക്കും? 48 - x ആയിരിക്കും. ഇനി നമുക്ക് ഒരു കാര്യം കൂടി അറിയാം. ഹെൻ ആണെങ്കിൽ 2 ഫൂട്ടേ ഉണ്ടാവുള്ളൂ, കൗ ആണെങ്കിൽ എത്ര ഫുട്ട് ഉണ്ടാവും? 4 ഫുട്ട് ഉണ്ടാവും. അപ്പം ഈ 2 കാര്യങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിൻ്റെ നമുക്ക് ആ സാധാരണ മെത്തേഡിൽ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നോക്കാം. അതായത് സാധാരണ മെത്തേഡാണ് ഞാൻ തുടക്കത്തിൽ പറയുന്നത്. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഹെൻസിന് പകരം എക്സ് കൊടുക്കുക, കൗവിന് പകരം 48 - x കൊടുക്കുക. ഇനി എന്ത് ചെയ്യാം? നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് ഫീറ്റ് എത്രയാണെന്ന്? 140 ആണ്. അതായത് ഹെൻസിന്റെ ഫീറ്റും ഈ പറയുന്ന കൗവിന്റെ ഫീറ്റോടെ സം ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 140 ആണ്. സാധാരണ മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ ഹെൻസിനാണെങ്കിൽ എത്ര കിട്ടും? 2 നമ്പർ ഓഫ് ഫീറ്റ് ആയിരിക്കും. അപ്പോൾ എക്സ് നമ്പർ ഉണ്ടെങ്കിൽ × 2 ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ ഹെൻസിന്റെ ഫീറ്റ് കിട്ടും. അതിന്റെ കൂട്ടത്തിൽ കൗവിന് നമുക്കറിയാം 48 - x ആണെന്ന്. പക്ഷെ കൗവിന് എത്ര ഫീറ്റ് ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അങ്ങനെ എത്ര നമ്പർ കൗ ഉണ്ടോ അത് × 4 ചെയ്യുമ്പോൾ ഈ 2 വാല്യൂന്റെ ടോട്ടൽ നമ്പർ സം എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 140 കിട്ടണം. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ കിട്ടും. എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് ഹെൻസ് ആയിരിക്കും. 48 - x എടുത്താൽ എന്ത് കിട്ടും? നമ്പർ ഓഫ് കൗ കിട്ടും. ഇത് തിരിച്ചുമറിച്ചൊക്കെ എടുത്താലും മതി. ഇത് സാധാരണ മെത്തേഡ്, നമ്മൾ സാധാരണ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു മെത്തേഡ്. പക്ഷേ ഇത്രയും നമ്മൾ ലെങ്തി ആയിട്ടൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അലിഗേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. ഇത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഇത് അലിഗേഷൻ വെച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് പോലും നമുക്കറിയില്ല. കാരണം ഞാൻ ചെയ്ത് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എങ്ങനെ അലിഗേഷൻ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഇതിനകത്ത് ഇവിടുത്തെ നമ്പർ ഓഫ് ഫീറ്റ് എടുക്കും. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഫീറ്റ് എത്രയാ? 140 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഫീറ്റ് എത്രയാ? 140 ആയിട്ട് എടുക്കും. ടോട്ടൽ നമ്പർ ഓഫ് ഫീറ്റ് എത്രയാ? 140 ആയിട്ട് എടുക്കുന്നു. നമുക്ക് 2 രീതി ചെയ്യാം. അതിൽ ഒരു മെത്തേഡ് ഇതാണ്. ഇനി നമ്മൾ നോക്കുന്നു ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ് എത്രയായിരുന്നു? 48 ആയിരുന്നു. ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ്
48 ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു എളുപ്പവഴി ഇതിനകത്ത് എടുക്കുന്നു. അതായത് ടോട്ടൽ നമ്പർ ഹെഡ് എന്ന് വെച്ചാൽ ടോട്ടൽ പേഴ്സൺ അല്ലേ, ഈ ടോട്ടൽ പേഴ്സൺ അല്ലേ ഈ 48. ഞാൻ വിചാരിച്ചു ഈ 48 പേരും എന്താണെന്ന് ഹെൻ ആണെന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ എളുപ്പവഴി വരുന്നത്. ആ ടോട്ടൽ ആൾക്കാർ ഇങ്ങനെ എടുത്താലുള്ള എളുപ്പവഴി. ഞാൻ വിചാരിച്ചു ഈ 48 പേരും ഹെൻ ആണെന്ന് വിചാരിച്ചു. ഹെൻ ആണെങ്കിൽ ഹെൻ എത്ര ഫീറ്റ് ഉണ്ടാവും? എത്ര നമ്പർ ഉണ്ടോ അതേ ഇൻറ്റു 2 ആയിരിക്കും എന്ത് ഹെന്നിന്റെ ഫീറ്റ് അല്ലേ. കോഴിക്ക് 2 കാലുണ്ടാവും. അപ്പൊ 48 കോഴി ഉണ്ടെങ്കിൽ 48 × 2 ആയിരിക്കും എത്ര? 96 ആയിരിക്കും എന്ത് ഹെന്നിന്റെ നമ്പർ ഓഫ് ഫീറ്റ്. ഇനി അതേ കാര്യം ഇവിടെ എത്രയാ? കൗവാണെങ്കിലോ? കൗവാണെങ്കിലും നമ്മൾ വിചാരിച്ചു ആ മുഴുവൻ ആൾക്കാരും എന്താണെന്ന് കൗവാണെന്ന്. അപ്പൊ 48 കൗവ് ഉണ്ടാവും. അതിന്റെ ഒരു കൗവിന് 4 ഫീറ്റ് വെച്ച് എത്ര ഫീറ്റ് ഉണ്ടാവും മൊത്തം? 48 × 4 അത് 96 × 2 എത്ര കിട്ടും? 192 എന്ന് കിട്ടും. അപ്പം ഹെൻസിന് 196 കിട്ടി, കൗ ആണെങ്കിൽ 192 കിട്ടി. പക്ഷെ ക്വസ്റ്റിനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ഓവറാൾ എത്ര ഫീറ്റേ ഉള്ളൂ എന്ന്. ഓവറാൾ ഇത് രണ്ടും കൂടി ചേർന്ന് എത്രയേ ഉള്ളൂ? 140 ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അലിഗേഷൻ ചെയ്താൽ മതി, നമുക്ക് അതിന്റെ റേഷ്യോ കിട്ടും. വളരെ സിമ്പിളായിട്ട് കിട്ടിയില്ലേ? അതാണ് ഞാൻ മുഴുവൻ വാല്യൂ ഇങ്ങനെ എടുത്ത് വെച്ചാലും നമുക്ക് ചില ക്വസ്റ്റിന് ആൻസർ കിട്ടുമെന്ന് പറഞ്ഞത്. ഇത് വേറെ രീതി ചെയ്താൽ നമുക്ക് ആലോചിക്കാൻ പോലും കിട്ടില്ല. പക്ഷേ ഈ ഒരു മെത്തേഡിൽ ചിന്തിച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ അത്ര ഈസി ആയിട്ട് കാൽക്കുലേഷൻ പോലും ഇല്ലാണ്ട് കിട്ടും. നോക്കാം എത്ര കിട്ടുന്നു. 192 - 140, അതായത് 140ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 192 കിട്ടും നോക്കാം. 140 + 50 ആണ് 190 + 2 52 കിട്ടും. ഇവിടെയോ 96 + 4 ചെയ്താൽ 100 കിട്ടും. 100 + 40 ആണ് 140. 40 + 4 44 കിട്ടും. അപ്പൊ നോക്കിയേ 44 52 എത്രയായിരിക്കും റേഷ്യോ? 4ന്റെ ആകുമ്പോൾ 13:11 കിട്ടും. 13:11 അതായത് ഹെൻ ഒരു 13 റേഷ്യോ ആണെങ്കിൽ കൗ എത്രയായിരിക്കും? 11 റേഷ്യോ ആയിരിക്കും. നമുക്ക് വേണ്ടത് എത്രയാ? ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് കൗസ് ഇൻ ഹിസ് ഫാം. എത്ര കൗ ഉണ്ടെന്ന്. ഇത് ഹെന്നിന്റെ ആണ്, ഇത് കൗവിന്റെ ആണ്. എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് കൗ കണ്ടുപിടിച്ചാൽ മതി. നമുക്കറിയാം ടോട്ടൽ നമ്പർ എത്രയുണ്ടെന്ന്? 48 ഉണ്ടെന്ന്. എങ്കിൽ മൊത്തം ടോട്ടൽ വാല്യൂ ഡിവൈഡ് ബൈ ടോട്ടൽ റേഷ്യോ എത്ര കിട്ടും? 24 ഇൻറ്റു ഇൻഡിവിജ്വൽ റേഷ്യോ. കൗവിന്റെ റേഷ്യോ എത്ര? 11. എത്ര കിട്ടും? 2 × 11 22 കൗ ഉണ്ടാവും. വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഈ ഒരു മെത്തേഡ് നമ്മൾ ജസ്റ്റ് ഈ ഒരു മെത്തേഡ് ഉണ്ടായാൽ അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ കാൽക്കുലേഷൻ ഒന്നുമില്ല. അതായത് വലിയ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡീഷൻ ഒന്നുമില്ല. ജസ്റ്റ് അലിഗേഷൻ വിചാരിച്ചാൽ മതി. എങ്ങനെയായിരുന്നു? എത്രയാണോ ടോട്ടൽ വാല്യൂ ഉള്ളത് ആ ടോട്ടലും ഒരിടത്തേക്കും കിടക്കുന്നു. ഞാൻ അതൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തൊട്ട് അടുത്ത് തന്നെ ഇട്ടത്. അതായത് മുഴുവനും ഹെൻ ആണെങ്കിൽ എത്ര കാലുണ്ടാവും? 48 × 2 കാലുണ്ടാവും. മുഴുവനും കൗ ആണെങ്കിൽ 48 × 4 ഉണ്ടാവും. പക്ഷേ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 140 കാലേ ഉള്ളൂ. എങ്കിൽ അത് വെച്ച് സോൾവ് ചെയ്യുന്ന റേഷ്യോ നമുക്ക് കിട്ടി 13:11. ഇനി ഹെന്നെ എത്രയാണ് കണ്ടുപിടിക്കാനോ? 48/24 × 13 ചെയ്താൽ മതി. 13 × 2 എത്ര കിട്ടും? 26 എന്ന് കിട്ടും. അപ്പോൾ 22 26 എന്ന് കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ലെഗ്സ്. ടോട്ടൽ അതിന്റെ സമ്മടുത്ത് എത്ര കിട്ടും? ടോട്ടൽ നമ്പർ ലെഗ്സ് അല്ല, ടോട്ടൽ നമ്പർ വാല്യൂ 26 ഹെൻസ് ഉണ്ടാവും. കൗ എത്രയായിരിക്കും? 22 ഉണ്ടാവും. ഇതിന്റെ സമ്മടുത്ത് നമുക്ക് എത്ര കിട്ടും? 48 കിട്ടുകയും ചെയ്യും. അപ്പം അത്രയും എളുപ്പമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തന്നിരുന്നു. നമുക്ക് അതും കൂടി ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്, നിങ്ങൾക്ക് കിട്ടിയത് ശരിയാണോ എന്ന് നോക്കാം. വേഗത്തിൽ തന്നെ ഞാൻ ആൻസർ കണ്ടുപിടിക്കാം. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്ന്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എ tea worth 126 per kilogram and 135 per kilogram are mixed with third variety in the ratio 1:1:2. If the mixture is worth ₹153 per kilogram, then the price of third variety per kilogram will be. വളരെ സിമ്പിൾ ആണ്. നമ്മൾ നോക്കാം. ഞാൻ വേഗത്തിൽ ചെയ്തു പോകാം. എന്തായിരുന്നു നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ്? നമുക്ക് ഇതിന്റെ റേഷ്യോ നോക്കുമ്പോൾ 1:1:2 ആണ്. അതായത് ആദ്യത്തെ 2 റേഷ്യോ കോമൺ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ കോമൺ ആയിട്ട് വരുന്നില്ലെങ്കിൽ കോമൺ ആക്കാനൊക്കെ ഉള്ള ഒരു പരിപാടി ഞാൻ അടുത്ത ക്വസ്റ്റ്യനുകളിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ കോമൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന ആദ്യത്തെ 2 ക്വാണ്ടിറ്റികളുടെ എന്തെടുത്താൽ മതി? ആവറേജ് എടുത്താൽ മതി. 126 + 135/2 എത്ര കിട്ടും? 11 കിട്ടും. 6 കിട്ടും. 261/2 അതായത് എത്ര കിട്ടും? 130.5 എന്ന് കിട്ടും. അതായത് ആദ്യത്തെ 2 വെറൈറ്റിയുടെ ആവറേജ് എത്ര കിട്ടും? 130.5 കിട്ടും. രണ്ടാമത്തെ നമുക്ക് അറിയത്തില്ലേ എക്സ്. ഇനി അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് കിട്ടുന്നു 153. വേഗമൊന്നും ചെയ്യാണ്, കാരണം നിങ്ങൾക്ക് ആൾറെഡി ഇത് അറിയാവുന്നതുകൊണ്ട്. അലിഗേഷൻ ചെയ്താൽ എത്ര കിട്ടും? 153 - 130 130 + 20 150 22.5 ഇവിടെ എത്ര കിട്ടും? 22.5 കിട്ടും. ലെഫ്റ്റ് സൈഡ് എത്ര കിട്ടും? 153 x - 153 എന്ന് കിട്ടും. കാരണം എക്സ് അല്ലേ വലിയ ക്വാണ്ടിറ്റി. x - 153 = 22.5. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ റേഷ്യോ, അതായത് ഈ ആദ്യത്തെ 2 റേഷ്യോ സം ചെയ്യുമ്പോൾ എത്ര കിട്ടും?
2:2. അതായത് ഈ രണ്ട് റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കണം എന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ x - 153 is equal to 22.5 എന്ന് എഴുതാം. കാരണം എന്താ? ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടുപേരെ റേഷ്യോ എന്താണ്? സെയിം ആണെന്ന്. എങ്ങനെ സെയിം ആണെന്ന്? ആദ്യത്തെ രണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു സെക്കൻഡ് റേഷ്യോ. പക്ഷേ ഫസ്റ്റ് രണ്ട് റേഷ്യോ നമ്മൾ സം ചെയ്തുകൊണ്ട് ഈ റേഷ്യോ സം ചെയ്യണം. റേഷ്യോന്റെ സം എത്ര കിട്ടും? 2 എന്ന് കിട്ടും. 2:2 എന്ന് വെച്ചാൽ എന്താ? 1:1 ഈക്വൽ ആയിരിക്കണം. എങ്കിൽ എക്സിന്റെ കാര്യം എത്ര കിട്ടും? 22.5 + 153 എത്ര കിട്ടും? 5,571 175.5 എന്ന് കിട്ടും. അതായത് ഈ തേർഡ് വെറൈറ്റീന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 1 കിലോയ്ക്ക് 175.5 ആയിരിക്കും. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഇത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കാം ആൻസർ ഉണ്ടോ? ഓപ്ഷൻ സി 175.5 ആയിരിക്കും ഇതിന് ആൻസർ. മുമ്പ് നിങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിലങ്ങ് പോയത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ചെയ്ത ക്ലാസ്സിൽ പോയി നോക്കിയാൽ മതി. വളരെ ഈസിയാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വേറൊരു ക്വസ്റ്റ്യനുമായിട്ട് വരാം. അതുവരെ ശരിക്കും.